ഹലോ ഗൈസ്, എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? തിങ്കളാഴ്ച മുതൽ ഒരേ കാത്തിരിപ്പാണ് ശനിയാഴ്ച ആയിക്കേട്ടാണ്. കാരണം പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് ഓഫല്ലേ, ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഞായറാഴ്ച നിസാമുദ്ദീൻ എക്സ്പ്രസിനേക്കാൾ സ്പീഡിലാണ് ഞായറാഴ്ച പോകുന്നത്. ഞങ്ങളെപ്പോഴും ചിന്തിക്കും ഞായറാഴ്ച 24 മണിക്കൂർ ഇല്ലേന്ന്. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച ഇവിടെ കഴിഞ്ഞ ഗൈസ് കത്തുന്ന എണീച്ചപ്പോൾ ഭയങ്കര ഉറക്കപ്പിച്ച്. അപ്പോൾ എന്നും ഉറങ്ങുന്നവർക്കാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. നമ്മൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച മാത്രമേ ഒന്ന് ഒത്തിരി കടന്നുറങ്ങുള്ളൂ. അപ്പോൾ ഉറക്കപ്പിച്ച് പോകാൻ വേണ്ടിയിട്ട് നല്ല കട്ടൻ ചായ ഉണ്ടാക്കി. സ്കൂളിൽ നിന്നാണെങ്കിൽ നമുക്ക് വൈകുന്നേരം പാൽ ചായ കിട്ടും കേട്ടോ. റൂമിൽ നമ്മൾ കട്ടൻ ചായയാണ് ഉണ്ടാക്കാറ്. അങ്ങനെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയത് അങ്ങനെ പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് കായലിൽ നിന്ന് വീശുന്ന ആ തണുത്ത കാറ്റും പിന്നെ മലകളുടെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ചായ കുടിക്കുക. എന്താ ഒരു ഫീൽ എന്നറിയോ? അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഇത് ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ഹന്നമോൾക്ക് വയ്യാത്തോട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അവൾക്ക് വയ്ക്കുമെങ്കിൽ അവൾ മുന്നിലൂടെ ഓടുന്നുണ്ടാവും. അപ്പോൾ കാലുകൊണ്ട് വയ്യാത്തോട്ട് ഒരു ഭാഗത്തിരിക്കുകയല്ലേ. ടോപ്പിൽ കയറി വരുമ്പോൾ തന്നെ നല്ല കാറ്റ് വീശുന്നുണ്ട്. ബാക്ക് സൈഡിൽ ലേക്കും റൈറ്റ് സൈഡിൽ ഫോറസ്റ്റ് വന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. 4 ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ലെഫ്റ്റ് സൈഡിൽ മലയുടെ താഴ്വാരത്തായിട്ട് ഒരു അമ്പലമുണ്ട്. ഫ്രണ്ട് സൈഡിൽ മലയുടെ താഴ്വാരത്തായിട്ട് നല്ല അടിപൊളി ഒരു പള്ളിയുണ്ട്. വൈകുന്നേരം സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റ്. രാവിലെ ആണെങ്കിൽ നല്ല കോട ഉണ്ടായിരിക്കും. രാവിലെ വൈകുന്നേരം കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മലയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഒരു പേടിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിലെ ദുരന്തം പോലെ എപ്പോഴും എന്താ സംഭവിക്കുകയെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര പേടിയാവും. ഞാൻ അശ്വതി മേഡത്തോട് പറയും, നമ്മുടെ വയനാട് ദുരന്തം. ഞങ്ങളുടെ പ്രകൃതി രമണീയമായ നാടും ഞങ്ങളുടെ വീഡിയോയും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി.